ഗൈസ്, അപ്പോൾ നമുക്ക് നേരെ യൂസ് വേണം പാർട്ട് 2 പോവാം. അരുൺ കാട്ടാക്കട അടക്കം പിള്ളേരെല്ലാം ഒടുക്കത്തെ ഡാൻസ്. അതിനിടയ്ക്ക് ഒരുത്തടുത്ത് തന്നെ ഏറി കയറ്റി. പിന്നെ നമ്മൾ മെയിനാണ് ഏത് കോളേജിൽ നിന്ന് ഇറങ്ങി നേരെ സെക്രട്ടേറിയറ്റ് വഴി കറങ്ങി തിരിച്ച് കോളേജിൽ കയറുന്ന റാലിയായിരുന്നു. കാണികളെ അമ്പരിപ്പിക്കുന്ന സ്റ്റെപ്പുകളുമായി അരുൺ കാട്ടാക്കട. പിന്നെ ആഘോഷിന്റെ സ്റ്റെപ്പ് കണ്ട് ഞാനാണെങ്കിൽ അങ്ങ് ഫാനായി പോയി. ക്യാമറ കണ്ടു കഴിഞ്ഞാൽ കീർത്തി ഒടുക്കത്തെ അക്രമമാണ് ഗൈസ്, പറയാതിരിക്കാം. അങ്ങനെ തിരിച്ചു വരുന്ന വഴിക്ക് വ്ളോഗർ നിശാനയോടൊപ്പം 2 സ്റ്റെപ്പ് കൂടി ഇട്ടു. ഒരു സൈഡാണെങ്കിൽ ശിങ്കാരി മേളം, അടുത്ത സൈഡ് നമ്മുടെ മഞ്ഞപ്പട. ഒന്നും പറയാതിരിക്കാൻ വയ്യ, 2 കൂട്ടരെ അടിച്ച് പൊട്ടിച്ചു. കേരള പോലീസിന്റെ ശ്രദ്ധയ്ക്ക് ഈ ഡാൻസ് കളിച്ചവർ അരുൺ, മിഥുൻ, വിജയ് എന്നിവരല്ല. തിരിച്ച് നമ്മുടെ കോളേജിലേക്ക് കയറുന്ന കാഴ്ചകളാണ് നിങ്ങൾ കാണുന്നത്. ശിങ്കാരിമേളം കട്ടയ്ക്ക് തന്നെ മഞ്ഞപ്പടയുടെ കൂടെ പിടിച്ചു തന്നായിരുന്നു. അപ്പോഴേക്ക് നമ്മുടെ മഞ്ഞപ്പട മാസ്റ്റർ പീസ് സാധനം എടുത്തങ്ങ് ഇറക്കി. അങ്ങനെ ചൂടൊക്കെ മാറ്റാൻ വേണ്ടി നമ്മളതിനിടയ്ക്ക് പോയി ഒരു ഐസ്ക്രീം ഒക്കെ കുടിച്ചായിരുന്നു. പിന്നെ ഞാനും അരുണും കൂടി അടുത്ത ഡിപ്പാർട്ട്മെന്റിലെ ഓണം പരിപാടികളൊക്കെ കാണാൻ പോയി. അവിടെ ചെന്നപ്പോഴേക്കും പയ്യന്മാരൊക്കെ അവിടെ പടക്കം പൊട്ടിക്കുന്നു. പിന്നെ നമ്മൾ നോക്കില്ല, നമ്മളങ്ങ് പൊട്ടിച്ചു. ഇപ്പോഴും അരുണിന്റെ ഡാൻസിനാണ് ആരാധകരെന്ന് ഞാൻ അന്ന് മനസ്സിലാക്കി. കാരണം കുറെ നേരമായിട്ട് അവരെല്ലാം ചിരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഡിപ്പാർട്ട്മെന്റിലെ ഓണപരിപാടികളൊക്കെ തുടങ്ങിയായിരുന്നു. പിള്ളേരെല്ലാം നല്ല ഹാപ്പി ആയിരുന്നു. അവിടുത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞ സ്ഥിതിക്ക് ഒന്നുകൂടെ കോളേജ് കറങ്ങാൻ വിചാരിച്ചു. പോകുന്ന വഴിക്ക് അഭിനവിനെയും ടീമിനെയും കണ്ടു. കീർത്തി ഒരു കുമ്പിടിയാണ് എന്നുള്ളതാണ് യഥാർത്ഥ സത്യം. കാര്യം എല്ലായിടത്തും ഉണ്ടാവും. വരുന്ന വഴിക്ക് ആദർശിന്റെ നൃത്തം കാണാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷം. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് വൈകുന്നേരം ചായം കുടിച്ചൊരു 7-7:30 മണിയോടുകൂടി ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയായിരുന്നു. ഇനി ഓണസദ്യ, വടംവലി, അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. അതൊക്കെ ഇനി അടുത്ത വീഡിയോസിൽ വരുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത് ഇത്രേ ഉള്ളൂ. ഓക്കെ, ബൈ. ഇനി അടുത്ത വീഡിയോയിൽ കാണാം.